ഹായ് മക്കളെ, നൈറ്റിംഗൽ ആൻഡ് റോസ് എന്ന് പറയുന്ന ഓസ്കാർ വൈൽഡിന്റെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആയമേറിയ ബന്ധത്തിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അല്ലെ. നമുക്കതിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. Why does the young man think that his life is wretched? എന്തുകൊണ്ടാണ് ആ യങ് മാൻ തോന്നിയത് എൻ്റെ ലൈഫ് ആകെ എന്തായി, നിരാശനായി, എൻ്റെ ലൈഫ് ആകെ അങ്ങ് താളം തെറ്റി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇത്രയും നിരാശ സംഭവിക്കാൻ കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഹി കുഡ് നോട്ട് ഫൈൻഡ് എ റെഡ് റോസ് ടു ഗീവ് ഹിസ് ബിലവ്ഡ്. കാരണം എന്തായിരുന്നു, അവന് സ്നേഹിക്കുന്ന ആൾക്ക് ഒരു റെഡ് റോസ് അവന് കൊടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ലൈഫ് അങ്ങോട്ട് ആകെ മടുത്ത് അങ്ങ് കരയാൻ തുടങ്ങിയത് അല്ലേ. Then second question, how does the nightingale describe the young student? Nightingale ആ യങ് സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് മക്കളെ നമുക്ക് വർണ്ണിച്ചു തന്നിട്ടുള്ളത് നോക്കാം. His hair is as dark as the hyacinthus and his lips are the red as the rose. അല്ലെ, എന്താണ് ഈ ഹൈസ്തിനാത്ത് എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ അത്രത്തോളം ഡാർക്കാണ് അവൻ്റെ ഹെയർ. അതുപോലെ അവൻ ആഗ്രഹിക്കുന്ന റോസാപ്പൂവിനെ പോലെ തന്നെ ചുവപ്പാണ് അവൻ്റെ ലിപ്സും. ബട്ട് ഹിസ് പാഷൻ, അവൻ്റെ ആഗ്രഹം ഹാസ് മെയ്ഡ് ഹിസ് ഫേസ് ലുക്ക് ലൈക്ക് എ പെയിൽ ഐവറി. എന്താക്കി മാറ്റിയിരിക്കുന്നുണ്ട്, ഒരു വിളറിയ മുഖമാക്കിയിട്ട് അവൻ്റെ ഫേസ് മാറിയിട്ടുണ്ട്. ആൻഡ് സോറോ ഹാസ് സെറ്റ് ഹർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. അവൻ്റെ പിരികത്തിൻ്റെ മുകളിൽ അവൻ്റെ ദുഃഖം എന്ത് ചെയ്തിട്ടുണ്ട്, സീല് ചെയ്ത് മുദ്ര ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഓതർ പറയുന്നത്. ഐ മീൻ നൈറ്റിംഗൽ നമുക്ക് യങ് സ്റ്റുഡൻറ്റിനെ പറഞ്ഞു തരുന്നത്. Then question number 3, why does the nightingale think that the student is a true lover? നൈറ്റിംഗൽ എന്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻറ്റിനെ, യങ് സ്റ്റുഡൻറ്റ് ഒരു യഥാർത്ഥ കാമുകൻ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പ്രണയകനാണ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ലവറാണ് എന്ന് പറയാൻ കാരണം, ഒരു യഥാർത്ഥ പ്രിയതമനാണ് എന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് നൈറ്റിംഗൽ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് നൈറ്റിംഗൽ അങ്ങനെ പറയുന്നത്? ഹാസ് ഹി ഫെയിൽ ടു ഗെറ്റ് ദ റോസസ് ഹി ബിക്കം ഗ്രീഫ് സ്ട്രൈക്കൻ ആൻഡ് ഹെൻസ് ലാമെന്റ് ഓവർ ഹിസ് ഫേറ്റ്. അല്ലേ, ഇപ്പൊ തന്നെ മനോഹരമായിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ. അപ്പൊ അവന് റോസാപ്പ് കൊണ്ടുപോയി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവൻ ദുഃഖത്തിന്റെ ആയങ്ങളിലേക്ക് അവന് ഇറങ്ങിപ്പോവും. അവൻ എന്തായി മാറും, അവന് അങ്ങേയറ്റം വിലാപം അവനിൽ ഉണ്ടാവും. ആൻഡ് ഹിസ് ഫേറ്റ്, അത് അവൻ്റെ ഒരു വിധിയായിട്ട് മാറും. ആൻഡ് ദിസ് മേഡ് ദ നൈറ്റിംഗൽ തിങ്ക് ദാറ്റ് ദ സ്റ്റുഡൻറ് വാസ് എ ട്രൂ ലവർ. ഇതുകൊണ്ടൊക്കെയാണ് നൈറ്റിംഗൽ അവനൊരു യഥാർത്ഥ ലവറാണെന്ന് ചിന്തിച്ചത്. The lizard says that it is ridiculous to weep. Do you agree with the statement? Why? ലിസാർഡ് വളരെ പുച്ഛത്തോടു കൂടി പറഞ്ഞു, ഇത്ര നിസ്സാരമായിട്ടുള്ള, ഇത്ര വിഡിത്തം നിറഞ്ഞൊരു കാര്യത്തിനാണ് അവൻ കരയുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. യെസ് ആൻഡ് നോ അല്ലേ, യോജിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇനി യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ നോ, ഐ ഡിസഗ്രി വിത്ത് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ആ ലിസാർഡിന്റെ ആ പുച്ഛിക്കൽ സ്റ്റേറ്റ്മെന്റിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല അല്ലെ. ബിക്കോസ് ദ സ്റ്റുഡൻറ് ഈസ് വീപ്പിംഗ് ഫോർ എ റെഡ് റോസ് വിച്ച് ഹി വാണ്ട്സ് ടു ഗീവ് ഹിസ് ബിലവ്ഡ്. കാരണം നമ്മുടെ സ്റ്റുഡൻറ് എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്, ഒരു റെഡ് റോസാപ്പൂവിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ്, അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഷീസ് സോ ഡിയർ ടു ഹിം അല്ലേ, അവന് അത്രത്തോളം പ്രിയപ്പെട്ടവളാണ് അവൾ. അതുകൊണ്ടാണ് അവൻ അത്രയും ആയത്തിൽ കരയുന്നത് അല്ലേ. നമുക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യും അല്ലേ. അപ്പോൾ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടാണ് അത് കരയുന്നത്. അപ്പോൾ അത് അത്രത്തോളം പുച്ഛിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നമ്മുടെ സ്റ്റുഡൻറ്റിന് അതെന്ത് തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. How does the author describe the flight of the nightingale? അല്ലേ, നൈറ്റിംഗലിൻ്റെ ആ പറക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നൈറ്റിംഗൽ ചിറകടിച്ച് പറന്നു പോയത്, അതിനെങ്ങനെയാണ് നമ്മുടെ ഓതർ നിങ്ങൾക്ക് വർണ്ണിച്ച് തന്നിട്ടുള്ളത് എന്നാണ് കേട്ടോ. The nightingale spread his wings and soared high into the air. അല്ലേ, എയറിലൂടെ ഇങ്ങനെ പറന്നിറങ്ങുകയായിരുന്നു. It passed through the grove like a shadow and sailed across the garden. അല്ലേ, അവന് പാസ് ചെയ്തു പോയ പൂന്തോട്ടം, ഗാർഡനിലൂടെയും അതുപോലെ തന്നെ ഗ്രോവിലൂടെയൊക്കെ മുകളിലൂടെ ഒരു ഷാഡോ ആയിട്ടാണ്, നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷാഡോ ആയിട്ടാണ് ഈ നൈറ്റിംഗലിനെ കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ തണലാട്ടോ, ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ തണലാണ് ആ ഉദ്ദേശിച്ചത്. അല്ലാതെ നൈറ്റിംഗൽ പോണ മാത്രം ഭാഗത്ത് കൂടെ അല്ല, താഴെ കാണുന്ന ആ ഗ്രോവും ഗാർഡനും ഒക്കെ ഒരു ഷാഡോ പോലെയാണ് ഈ നൈറ്റിംഗലിന് അപ്പം നമുക്ക് തോന്നുന്നത്. ആ പ്രകൃതിയുടെ ആ സ്നേഹമാണ്. പ്രകൃതി മനുഷ്യനെ ഷാഡോ ആയിട്ടാണ്, പ്രകൃതി മനുഷ്യന് തരുന്ന തണലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
Then was the third rose tree able to give a red rose to the nightingale? Why? നമ്മുടെ തേർഡ് റോസ് ട്രീക്ക് റോസാപ്പൂ കൊടുക്കാൻ സാധിച്ചോ നൈറ്റിംഗലിന്? എന്തുകൊണ്ട് എന്നാണ്. നോ, ബിക്കോസ് കാരണം ദ വിന്റർ ഹാഡ് ചില്ലിഡ് ഇറ്റ്സ് വൈൻസ്, അല്ലെ, വിന്റർ കാലം, തണുപ്പ് കാലം അതിന്റെ ഞരമ്പുകളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഐസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാഡ് നിബ്ഡ് ഇറ്റ്സ് ബഡ്സ്, അല്ലെ, അതുപോലെ തന്നെ അതിന്റെ മൊട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ സ്തംഭിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ വളർച്ചയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫ്രോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സ്റ്റോം ഹാഡ് ബ്രോക്കൻ ഹിസ് ബ്രാഞ്ചസ്, കാറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ തണുത്ത കാറ്റ് വന്ന് അടിച്ചിട്ട് ബ്രാഞ്ചസ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് had no red rose that year. So അതുകൊണ്ട് തന്നെ ഈ വർഷം എന്ത് ചെയ്തിട്ടില്ല? റെഡ് റോസാപ്പൂ ഉണ്ടായിട്ടില്ല. How, according to the third rose tree, could the nightingale get a red rose? അല്ലെ, തേർഡ് റോസാപ്പൂ എങ്ങനെയാണ് നൈറ്റിംഗിളിന് റെഡ് റോസ് കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തത്? ദ നൈറ്റിംഗിൾ ഷുഡ് പ്രസ് ഇറ്റ്സ് ബ്രസ്റ്റ് എഗെയിൻസ്റ്റ് ദ ത്രോൺ, അല്ലെ, അതിന്റെ മുള്ളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ട് അത് അതിന്റെ ബ്രസ്റ്റ് കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് വെക്കണം. ആൻഡ് സിംഗ് ദ വോൾ നൈറ്റ്, എന്നിട്ട് ആ രാത്രി മുഴുവൻ പാട്ടും പാടണം. ഇറ്റ്സ് ലൈഫ് ബ്ലഡ്, അതിന്റെ ജീവിത ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ശരീരത്തിലെ ബ്ലഡ് ഷുഡ് ഫ്ലോ ഇൻ ടു ദ വൈൻസ് ഓഫ് ദ റോസ് ട്രീ, എന്നിട്ട് റോസ് ട്രീയുടെ ഞരമ്പുകളിലോട്ട് അതിന്റെ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും റോസാപ്പൂ ഉണ്ടാവും. Why did the nightingale think of the sacrifice in her life? അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതോട്, ത്യാഗം ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് നൈറ്റിംഗിൾ ചിന്തിച്ചത്? The nightingale thought that the love is better than life, അല്ലെ, ജീവിതത്തെക്കാളും മുകളിലാണ് സ്നേഹം എന്ന് നൈറ്റിംഗിൾ ചിന്തിച്ചു, അല്ലെ. ഒരു പൊട്ട ചിന്തയായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടായി, നൈറ്റിംഗിൾ എന്താണ്, അല്ലെ, തലക്ക് സുഖമില്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെ. ജീവിതം സ്നേഹത്തിന് വേണ്ടി ത്യജിക്കുകയാണ്, അല്ലെ. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് പറയുന്ന ആളുകളൊക്കെ, വലിയ വലിയ ആളുകളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ, എന്താണ്? സ്നേഹവും പ്രണയവും ഒക്കെ ലൈഫിന്റെ മുകളിലായിട്ടാണ് കാണുക, അല്ലെ. അപ്പൊ ജീവിതത്തിനും മുകളിലാണ് സ്നേഹം എന്നാണ് നൈറ്റിംഗിൾ പറയുന്നത്, അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ ബിലീവ്ഡ് ദാറ്റ് ദ ഹേർട്ട് ഓഫ് എ ബേർഡ് ഈസ് നത്തിങ് കമ്പയർഡ് ടു ദ ഹേർട്ട് ഓഫ് എ മാൻ, അല്ലെ. അത് വിശ്വസിക്കുന്നത് ഒരു പക്ഷിയുടെ ഹൃദയത്തെ മനുഷ്യന്റെ ഹൃദയമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല, നിസാരമാണ് ഒരു പക്ഷിയുടെ ഹൃദയം. മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലെ ആ സ്നേഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷിയുടെ ഹൃദയം വളരെ ചെറുതാണ് എന്നാണ് പറയുന്നത്. The nightingale thinks that the heart of a man is more valuable than of a bird, അല്ലെ. നൈറ്റിംഗിൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു പക്ഷിയേക്കാൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനാണ് ഒരുപാട് വാല്യൂ എന്നാണ്, അല്ലെ. ഡു യു അഗ്രി വിത്ത് നൈറ്റിംഗിൾ എക്സ്പെരിമെന്റ്? നിങ്ങൾ ആ പക്ഷിയോട് യോജിക്കുന്നുണ്ടോ? മനുഷ്യന്റെ ഹൃദയമാണോ, മനുഷ്യന്റെ സ്നേഹമാണോ ആ പക്ഷിയുടെ ജീവിതത്തെക്കാൾ വലുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നോക്കാം. നോ, ഐ നെവർ തിങ്ക് ഓഫ്, അല്ലെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഹിയർ ദ സ്റ്റോറി ഷോസ് us that the heart of the birds is more valuable than the heart of the man, അല്ലെ. നമ്മൾ ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങോട് കൂടി നമ്മൾ മനസ്സിലാക്കി, സ്റ്റോറിയുടെ തുടക്കത്തിലൊക്കെ എന്തായിരുന്നു? മനുഷ്യന്റെ ഹൃദയത്തെക്കാൾ വലുതായിരുന്നു എന്താ നമ്മൾ ഈ പറഞ്ഞ പോലെ, അല്ല, മനുഷ്യന്റെ ജീവിതത്തില് പക്ഷിയുടെ ജീവിതത്തെക്കാളും വലുതായിരുന്നു ഒരു മനുഷ്യന്റെ ഹൃദയവും അവന്റെ ജീവിതവും എന്നായത് പറഞ്ഞിരുന്നത്, അല്ലെ. പക്ഷെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് എത്തിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി മക്കളെ? ഹിയർ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ ഹേർട്ട് ഓഫ് ദ ബേർഡ്, ഒരു പക്ഷിയുടെ ഹൃദയം എന്ന് പറയുന്നത് മോർ വാല്യുബിൾ ആണ് ദാൻ ദ ഹേർട്ട് ഓഫ് എ മാൻ, അല്ലെ. ഒരു മനുഷ്യന്റെ ഹൃദയത്തെക്കാൾ, അല്ലെ, ആ പെൺകുട്ടിയുടെ ഹൃദയത്തെക്കാൾ എത്രയോ വളരെ വലുതാണ്, അല്ലെ, എന്ത്? ഈ പക്ഷിയുടെ ഹൃദയം, അല്ലെ. ആ പൂ വളരെ നിസ്സാരമായി ദേഷ്യപ്പെട്ട് വലിച്ചെറിഞ്ഞു പോയി, ആ നിമിഷം കൊണ്ട് തന്നെ ആ സ്നേഹം ഒരു ദേഷ്യമായി മാറി. ആ ഗട്ടറിലോട്ട് ആ പൂ എറിഞ്ഞു പോയ ആ ഒരു യങ് സ്റ്റുഡന്റിന്റെ ഹൃദയത്തെക്കാൾ എത്രയോ വലുതാണ് ആ നൈറ്റിംഗിളിന്റെ ഹൃദയം, അല്ലെ. ഒരു ജ്വല്ലറിക്ക് വേണ്ടി ആ ഒരു റോസാപ്പൂ, ആ ഒരു പ്രണയത്തെ നിഷേധിച്ച ആ പെൺകുട്ടിയുടെ ഹൃദയത്തെക്കാൾ എത്രയോ വലുതാണ് എന്ത്? ഈ നൈറ്റിംഗിളിന്റെ ഹൃദയവും അവരുടെ സ്നേഹവും, അല്ലെ. Then 10th question, what would happen if the nightingale did not press its breast closer against the throne, അല്ലെ.
എന്തുകൊണ്ടാണ് നൈറ്റിംഗേൾ അതിൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും അതിൻ്റെ തോണിലോട്ട് ഇങ്ങനെ വിട്ടുപിടിച്ചിട്ടല്ല, ചെറുതായിട്ടല്ല, അത് വീണ്ടും വീണ്ടും ആയത്തിലോട്ട് അമർത്തി വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദ ബ്ലഡ് ഓഫ് ദ നൈറ്റിംഗേൾ വുഡ് നോട്ട് ഫ്ലോ ഇൻ ടു ദ വൈൻസ് ഓഫ് ദ റോസ് ടു ദ ട്രീ ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് ഗീവ് എ റെഡ് റോസ്. ഒരു പക്ഷേ അങ്ങനെ അമർത്തി വെച്ചില്ലെങ്കിൽ ആ ബ്ലഡ് ഇങ്ങനെ വൈനിലോട്ട്, റോസാപ്പൂവിൻ്റെ വൈനിലോട്ട് ഇറങ്ങി ചെന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? ആ ബ്ലഡ് അതിൻ്റെ സിരകളിലോട്ട്, അതിൻ്റെ സ്റ്റെമ്മിലോട്ട് ഇറങ്ങി ചെന്നില്ലെങ്കിൽ റോസാപ്പൂ ഉണ്ടാവുകയില്ല. ദിസ് would disappoint the student. ഒരു പക്ഷേ അത് ആ സ്റ്റുഡൻറ്റിന് എന്ത് നൽകും? വീണ്ടും നിരാശ നൽകും. 11th question, how did the pain affect the nightingale song? അല്ലേ, പെയിൻ എഫക്ട് ദ നൈറ്റിംഗേൾ സോങ്. എങ്ങനെയാണ് നൈറ്റിംഗേളിൻ്റെ പാട്ടിനെ ആ വേദന അല്ലേ അമർത്തുന്നതനുസരിച്ച് സൗണ്ട് കൂടി കൂടി ഉറക്കെ പാടുന്നുണ്ട് അല്ലേ, അപ്പോൾ ആ പെയിൻ എങ്ങനെയാണ് നൈറ്റിംഗേളിൻ്റെ പാട്ടിനെ എഫക്റ്റ് ചെയ്തത് എന്നാണ്. ദ ബിറ്റർ പെയിൻ ദ വൈഡർ സോങ് ഓഫ് ബിക്കം. അല്ലേ, പെയിൻ കൂടുന്നതിനനുസരിച്ച് എന്താവാണ്? ആ പാട്ടും എന്താവുന്നുണ്ട്? വൈൽഡറായി മാറുന്നുണ്ട്. വാട്ട് ഈസ് ദ റെഡ് റോസ് കമ്പയർഡ് ടു? റെഡ് റോസ് എന്തിനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ടു ദ ഹൊറിസൺ ഓഫ് ദ ഈസ്റ്റേൺ സേ. അല്ലേ, എന്താണ്? പൊട്ടിപ്പുറപ്പെടുന്ന പ്രഭാതത്തെ അല്ലേ, അതുമായിട്ടാണ് എന്ത് കമ്പയർ ചെയ്തിട്ടുള്ളത്? റെഡ് റോസിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ഈസ്റ്റേൺ ഭാഗത്ത് പൊട്ടിപ്പുറപ്പെട്ട് വരുന്ന ആ ഒരു രാവിലെ സൂര്യാസ്തമയം ഇങ്ങനെ സൂര്യ ഉദയം ഇങ്ങനെ വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിനാണ് ഹൊറിസൺ എന്ന് പറയുന്നത് അല്ലേ. ആ പ്രഭാതത്തെ, പൊട്ടിപ്പുറന്ന് വരുന്ന ആ പ്രഭാതത്തെയാണ് റോസാപ്പൂവുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് ദ നൈറ്റിംഗേൾ. നൈറ്റിംഗേളിൻ്റെ അവസാന നിമിഷത്തെ ഒന്ന് പറയാനാണ് കേട്ടോ. ഹെർ വോയിസ് ഗ്രൂ ഫൈൻഡർ. അവളുടെ ശബ്ദം എന്തു ചെയ്തു? ഇടറിക്കൊണ്ടേ താഴ്ന്നു താഴ്ന്നു വന്നു, മങ്ങിക്കൊണ്ടു വന്നു. ഹെർ വിങ്സ് ബിക്കം ടു ബീറ്റ്. അവളുടെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. ആൻഡ് ദ ഫിലിം കെയിം ഓവർ ഹെർ ഐസ്. അവളുടെ കണ്ണുകളിൽ പാട വന്നു തുടങ്ങി. ആൻഡ് ഹെർ സോങ് ഗ്രൂ ഫൈൻഡർ. ഷി ഫെൽറ്റ് സംതിങ് ചോക്ക് ഹെർ ത്രോട്ട്. അവളുടെ സോങ് എന്തായി മാറി? മങ്ങിക്കൊണ്ടുവന്നു. അവളുടെ തൊണ്ടകളിൽ എന്തോ വന്ന് ചോക്ക് ചെയ്യുന്ന പോലെ, അവൾക്കിങ്ങനെ ഒരു മുരൾച്ച പോലെ, എന്തോ ഒരു തടസ്സം പോലെ തോന്നി. ഷീ ഗേവ് വൺ ലാസ്റ്റ് ബേസ്റ്റ് ഓഫ് മ്യൂസിക് ആൻഡ് ഡൈഡ്. അവൾ അവളുടെ ലാസ്റ്റ് പാട്ടും പാടി എന്ത് ചെയ്തു? മരണം കൈവരിച്ചു. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ചാപ്റ്ററും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറും അല്ലേ. ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.